ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്കോ അതിനുശേഷം ഇപ്പോൾ ഇന്ന് സണ്ണി ജോസഫ് ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞതിന് ശേഷം ആർക്കുമോ അതിൽ ഒരു പൂർണ്ണ വിശ്വാസം വരേണ്ട ഒരു കാര്യമായിട്ടില്ല എന്ന് കരുതണം. അവർ പറയുന്ന ഒരു സംഗതിയുണ്ട്, അതായത് അവർക്ക് കാര്യമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഒരു 5 crores എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അപ്പുറം അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ അവർക്ക് ചിലവായിട്ടുണ്ട് ഭൂമി വാങ്ങുന്നതിന്. 3 തവണയായിട്ടാണ് ഭൂമി വാങ്ങിയത് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ അവർ വലിയ തോതിൽ അവർക്ക് കാശ് അധികമായി ചിലവായി. അത് മുഴുവൻ വേറെ അക്കൗണ്ടിൽ നിന്ന് എടുക്കേണ്ടി വന്നു, KPCCയുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യം തന്നെ. ഈ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നും നമുക്ക് അത് അസത്യമാണെന്നൊന്നും പറയാനില്ല. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന സണ്ണി ജോസഫ് ഇന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന കണക്കാണെന്ന് ആലോചിക്കണം. ഇത്രയും വലിയൊരു പിന്നെ ധനസമാഹരണത്തിൻ്റെ ഒരു അന്തിമ ചിത്രം നമുക്ക് കാണിച്ചു തരാൻ കണക്ക് എഴുതി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നോട്ടീസിൻ്റെ പുറകിൽ ഒരു പേപ്പർ, അതിൻ്റെ ഒരു ഇതുപോലും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ എഴുതിക്കൊണ്ട് ഇത്രയാണ് ഭൂമി വാങ്ങാൻ ആദ്യഘട്ടത്തിൽ ചിലവായത്, ഇത്ര ഏക്കർ 21 ഏക്കർ ഇത്ര പൈസ എന്നൊക്കെ പറഞ്ഞു, ബാക്കി ഇത്രയും തുക. ഇങ്ങനെയാണ് ഒരു കണക്ക് സൂക്ഷിക്കേണ്ടതും ഈ രീതിയിൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും എന്നുള്ളത് ഒരു ചോദ്യം. മാത്രമല്ല അത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ അവസാനം കുറച്ച് പൈസ അവിടെ ഉണ്ടാവേണ്ടതാണ്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇനി ഭൂമി വാങ്ങി ഇനി വീട് പണിയാൻ എവിടുന്നാണ് കാശ് എന്ന് ചോദിക്കുന്നതിന് അവിടെ വയനാട്ടിലെ സാഹചര്യം വെച്ചാണ് മറുപടികൾ പറയുന്നത്. വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ മുൻ MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെയും ഒക്കെ വലിയ ശ്രമങ്ങൾ അതിനുവേണ്ടി ഉണ്ടാവും. അതിൽ നിങ്ങളാരും സംശയിക്കേണ്ടതില്ല, വീട് അവിടെ പണിയും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതൊക്കെ കോൺഗ്രസ്സിന് സ്വയം ആശ്വസിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടതല്ലാതെ നാട്ടുകാർക്ക് ഇതൊരു കാരണവശാലും ബോധ്യപ്പെടാൻ പോകുന്ന കാര്യമല്ല. അവിടെ അത് മൊത്തത്തിൽ കൈകാര്യം ചെയ്തതിനകത്ത് കോൺഗ്രസിൻ്റെ ആജന്മ ദൗർബല്യം പ്രകടമാണ്. അതാണ് അതില്ലാതെ ഇങ്ങനെ ഒരു സംഗതി ഏറ്റെടുത്ത് നടത്താനുള്ള ആ ശേഷിയും കെൽപ്പും സാമർഥ്യവും ഒന്നും അവർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് അതിൻ്റെ കണക്കുകൾ വന്നിട്ടുള്ളത്. ഒരു കാര്യം ശരിയാണ്, ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ട് എവിടെയെന്നൊക്കെ ചോദിച്ചതിനുള്ള മറുപടിയായി. അതുപോലെ തന്നെ ഇപ്പോഴും ഇല്ല, ആ ആപ്പ് എവിടെ പോയി എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ തന്നെയും ധനം എത്ര പിരിച്ചു കിട്ടി എന്നതിൻ്റെ കണക്കുണ്ട്, അതൊക്കെ ശരിയാണ്. ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയെങ്കിലും അത് പുറത്തു വന്നു എങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ കാണണം. പക്ഷേ അതേസമയം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നതിൽ അവരെ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു സംഗതി, CPM കേന്ദ്ര കമ്മിറ്റി ഒരു പിരിവ് നടത്തി എന്ന് പറയുന്നു. അത് ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പെട്ടെന്ന് ഈ കാര്യം ഒരു ചർച്ചയിൽ ഇത് കേൾക്കുന്ന സമയത്ത് ഞാനൊന്ന് വെരിഫൈ ചെയ്തിട്ട് പറയാം എന്ന രീതിയിൽ പോകേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി പിരിച്ചത് അതിൽ 99 ലക്ഷവും പിന്നെ ഒരു അക്കൗണ്ടിൽ 99 ലക്ഷവും പിന്നെ ഒരു അക്കൗണ്ടിൽ 92,000 രൂപയും, അല്ല 9 ലക്ഷത്തി സംതിങ്ങുമാണ്. അപ്പോൾ ഇതാണ് അവരാകെ പിരിച്ചത്. ഇതാണ് കൊടുത്തത്. ഇതാണ് CMDRFിലേക്ക് കൊടുത്ത തുക എന്ന നിലയിൽ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. MA ബേബിയുടെ പിന്നീട് വന്ന ഒരു വെളിപ്പെടുത്തൽ, രേഖാമൂലമുള്ള വെളിപ്പെടുത്തൽ ശരിയാണ്, അത്രയായി. പക്ഷേ അത് എന്താ പറയുക, അത്രമാത്രം പിരിക്കാൻ കഴിഞ്ഞോ അതോ അതിൽ കൂടുതൽ പിരിച്ചോ, എന്തുകൊണ്ട് അത് പുറമേക്ക് വന്നില്ല, ഇത്തരം കാര്യങ്ങളിലൊന്നും കണക്കുകളില്ല, അല്ലെങ്കിൽ അവരുടെ ആ സംഗതിയിൽ വ്യക്തത വരുന്നില്ല. മറ്റൊന്ന് DYFIയുടെ ഫണ്ടിങ് ആണ്. DYFI 20 കോടി കൊടുത്തു എന്ന് പറയുന്നു. ഈ 20 കോടി കൊടുത്തത് നേരിട്ട് CMDRFിലേക്ക് കൊടുക്കുന്നതായിട്ട് ഒരു വലിയ ചെക്കിൽ എഴുതി കാണിച്ച് അതിൻ്റെ പടമൊക്കെ വന്നു. മുഖ്യമന്ത്രിക്ക് അത് കൈമാറുന്നതായി കണ്ടു. അതിനുശേഷം പറയുന്നു അത് CMDRFിലേക്കല്ല കൊടുത്തത്, ഈ പറയുന്ന ഏജൻസിയുടെ അക്കൗണ്ടിലേക്കാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പലിശ ഇത്രയും നാൾ 10 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഏജൻസിയുടെ ഫണ്ടിലേക്ക് ഇത് പോയതെന്ന് പറയുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള പലിശ എന്ത് ചെയ്തു, ഈ ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രമായിട്ടല്ല ഈ പ്രശ്നം നിൽക്കുന്നത് എന്ന് കാണണം. ഒരു ഭാഗത്ത് മാത്രമല്ല, കോൺഗ്രസിനെ തിരിച്ചുന്നയിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്, സത്യമാണ്. പക്ഷേ അവർ ഇതിനെ കൈകാര്യം ചെയ്ത കാര്യത്തിൽ അവർക്ക് ഒരു എഫിക്കബിളായിട്ടുള്ള ഒരു സംഗതി ഇല്ല. അത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ പൂർണ്ണമായും നമ്മളത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് VD സതീശൻ വളരെ
കാർക്കശ്യത്തോടെ ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല, നിങ്ങളത് ചോദിക്കേണ്ട കാര്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം അത് ഞങ്ങൾ പിന്നീട് ബോധ്യപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം, പദ്ധതിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബോധ്യപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് തന്നെ KPCCക്ക് അത് പറയേണ്ടി വന്നു. പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിനകത്ത് KC വേണുഗോപാൽ ധനലക്ഷ്മി എന്ന് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് പിന്നീട് ഇത് പുറത്ത് പറയേണ്ടത് വന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്.